കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ 3rd സെമസ്റ്റർ BA ഇക്കണോമിക്സുകാരുടെ കോർ കോഴ്സ് ആയിട്ടുള്ള മൈക്രോ ഇക്കണോമിക്സ് 2-ലെ 4th മൊഡ്യൂൾ ആയിട്ടുള്ള പ്രൈസിങ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ഇൻപുട്സിലെ മെയിൻ ടോപ്പിക്സ്, അതായത് മേജർ കൺസെപ്റ്റുകളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി 3 മൊഡ്യൂളുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണുക. അതുപോലെ തന്നെ 3rd സെമസ്റ്ററിലെ BA ഇക്കണോമിക്സുകാർക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി ഡിസ്കഷൻ ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പിൽ. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞാൻ കമൻറ്റ് ബോക്സിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ ജോയിൻ ചെയ്യാം. സോ നമ്മൾ ഈ മൊഡ്യൂൾ 4 ആയിട്ടുള്ള പ്രൈസിങ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ഇൻപുട്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 3 മൊഡ്യൂളിലെയും വെച്ചിട്ട് അത്യാവശ്യം എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. നമുക്ക് അത്യാവശ്യം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്തുമുള്ളൂ. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എൻ്റർപ്രണർഷിപ്പ്. സോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എസെൻഷ്യൽ ഫോർ ക്രിയേറ്റിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻ ടു 4 മെയിൻ ഗ്രൂപ്പ്സ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ അത് ഉണ്ടാക്കുന്ന വേണ്ടിയിട്ട്, അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആവശ്യമായിട്ടുള്ള ഉൽപ്പാദന ഘടകങ്ങളെ 4 പ്രധാന ഗ്രൂപ്പുകളായിട്ടാണ് തരംതിരിക്കുന്നത്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് എൻ്റർപ്രണർഷിപ്പ്. അതായത് ഭൂമി, തൊഴിൽ, മൂലധനം, സംരംഭകത്വം. സോ ഇതിൽ ലാൻഡ് encompasses natural resources like minerals and waters. It include elements provided by nature to harness to the potential of land. Human effort is required. Air, sunlight and vegetation are also considered an integral part of the land. അതായത് ലാൻഡ് എന്ന് പറയുന്നത് ധാതുക്കളും വെള്ളവും പോലുള്ള പ്രകൃതി വിഭവങ്ങളെ ഭൂമി ഉൾക്കൊള്ളുന്നു. അപ്പോൾ ഈ പ്രകൃതി നൽകുന്ന ഘടകങ്ങളാണ് ഇതിൽ പെടുന്നത്. അതായത് ഭൂമിയുടെ സാധ്യതകളാണ് ഇതിൽ പ്രയോജനപ്പെടുത്തുന്നത്. മനുഷ്യൻ്റെ പ്രയത്നം ആവശ്യമാണ്. വായു, സൂര്യപ്രകാശം, സസ്യങ്ങൾ എന്നിവയും ഒക്കെ തന്നെ ഇതിൻ്റെ അവിഭാജ്യ ഘടകമായിട്ട് കണക്കാക്കപ്പെടുന്നു. അടുത്തതെന്ന് പറയുന്നത് ലേബറാണ്, അധ്വാനം എന്ന് പറയും. ലേബർ പെർടെയിൻസ് ടു ദ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ എഫേർട്ട് contributed by individuals. It represents the workforce engaged in various tasks. The size of the labor force depends on the population size and the percentage of people willing to work for monetary compensations. Labor is a highly diverse, reflecting the individuality of each contributor. അതായത് തൊഴിലെന്ന് പറയുന്നത്, അതായത് അധ്വാനം എന്നത് വ്യക്തികൾ നൽകുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രയത്നങ്ങളുമായിട്ട്, അതായത് എഫേർട്സുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. വിവിധ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളെയാണ് ഈ ഒരു ലേബർ എന്നുള്ളതിൽ പ്രതിനിധീകരിക്കുന്നത്. അതായത് ഇപ്പോൾ ലേബർ ഫോഴ്സിൻ്റെ വലിപ്പവും അതുപോലെ തന്നെ ജനസംഖ്യയുടെ പേഴ്സൻറ്റേജിനെയൊക്കെ തന്നെ ഈ ജോലി ചെയ്യാൻ തയ്യാറുള്ള ആളുകളുടെ ശതമാനത്തെയൊക്കെ തന്നെയാണ് ഈ തൊഴിലെന്ന് പറയുന്നത് ആശ്രയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ലേബറിൻ്റെയും അവർ ചെയ്യുന്ന ജോലിയെ പ്രതിഫലിപ്പിക്കുന്ന തൊഴിൽ വളരെ വൈവിധ്യപൂർണ്ണമാണെന്നാണ് പറയുന്നത്. അടുത്തത് ക്യാപിറ്റലാണ്. Capital comprises man-made tools and instruments deployed to produce other goods. അതായത് ചരക്കുകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് വിന്യസിച്ചിരിക്കുന്ന മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഉപകരണങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് മൂലധനത്തിൽ, അതായത് ക്യാപിറ്റലിൽ പെടുന്നത്. This includes factories, machines, buildings and various tools. Sometimes the financial resources utilized to acquire these productive assets are referred to as the capital. അതായത് ഇതിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണ്? ഫാക്ടറികൾ, യന്ത്രങ്ങൾ, കെട്ടിടങ്ങൾ, വിവിധ തരം ഉപകരണങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ ഒരു ഉൽപാദന ആസ്തി അല്ലെങ്കിൽ അസറ്റ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാമ്പത്തിക സ്രോതസ്സുകളെയാണ് മൂലധനം എന്ന് വിളിക്കുന്നത്. അതായത് നമുക്ക് അസറ്റ് നേടിയെടുക്കാൻ അല്ലെങ്കിൽ മാക്സിമം നമുക്ക് പ്രോഫിറ്റ് നേടിയെടുക്കാൻ വേണ്ടി സഹായിക്കുന്ന സാമ്പത്തിക സ്രോതസ്സുകളാണ് ഈ ക്യാപിറ്റൽസ് എന്ന് പറയുന്നത്. അടുത്തത് ഓൺട്രപ്രണർഷിപ്പാണ്, അതായത് സംരംഭകത്വം എന്ന് പറയുന്നു. So entrepreneurship is a distinct form of labor that involves decision making and coordination. Entrepreneurs plays a crucial role in orchestrating to use the capital and labor to generate output. They undertake functions such as organization, direction and management of the factors of production. അതായത് ഈ സംരംഭകത്വത്തിന് പറയുന്നത് തീരുമാനങ്ങൾ എടുക്കലും അത് ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വേറിട്ട തൊഴിൽ രൂപമാണ് ഈ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതായത് ഉൽപ്പാദനം സൃഷ്ടിക്കുന്നതിന് ഈ മൂലധനത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും ഉപയോഗം സംഘടിപ്പിക്കുന്നതിൽ സംരംഭകർ നിർണായക പങ്ക് വഹിക്കുന്നത്. അതായത്
ഇപ്പോൾ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള ഈ ലാൻഡും ലേബറും ക്യാപിറ്റലും ഒക്കെ തന്നെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ഒരെണ്ണം പ്രൊഡക്ഷനിലേക്ക് നയിക്കുന്നത് ഈ ഓണ്ടർഷിപ്പ് എന്ന് പറയുന്ന സെഗ്മെൻറ്റിലാണ്. അതുപോലെ തന്നെ ഉൽപ്പാദന ഘടകങ്ങളുടെ ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് തുടങ്ങിയ പ്രവർത്തനങ്ങളൊക്കെ ഇവ ഏറ്റെടുക്കുന്നു. സോ ഈ ഒരു ഘടകങ്ങളെല്ലാം തന്നെ ഫലപ്രദമായിട്ടുള്ള ഒരു ഉൽപ്പാദന പ്രക്രിയയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു കോപ്പറേഷനാണ് എടുത്തു കാണിക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞ പോലെ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓണ്ടർപ്രണർഷിപ്പ് ഒക്കെ തന്നെ ഇതിൻ്റെയൊക്കെ തന്നെ കൂട്ടായ, അതായത് കളക്റ്റീവായിട്ടുള്ള എഫേർട്സിലൂടെയാണ് ഒരു എക്കോണമിയിൽ വൈവിധ്യമാർന്നിട്ടുള്ള എന്ന് പറയുമ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അടുത്തത് ഇൻപുട്ട് ഫാക്ടർ പ്രൈസിംഗ് ആണ്. അതായത് ഹിസ്റ്റോറിക്കലി എക്കണോമിസ്റ്റ് ഇൻ ദ 19th century ക്ലാസിഫൈഡ് ഫാക്ടർ ഇൻപുട്സ് ഇൻ ടു 4 മെയിൻ കാറ്റഗറീസ്. അതായത് നമ്മൾ പറഞ്ഞ പോലെ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ്. ദ കറസ്പോണ്ടിങ് പ്രൈസസ് അസൈൻ ടു ദീസ് ഫാക്ടേഴ്സ് വേർ, അതായത് ഇതിന് നമുക്ക് എന്താണ് പ്രതിഫലമായിട്ട് കിട്ടുന്നത്? റെൻറ്റ്, വേജസ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. അതായത് ലാൻഡിന് നമുക്ക് എന്ത് കിട്ടും? റെൻറ്റ് കിട്ടും. ലേബറിന് നമുക്ക് വേജ് കിട്ടും. ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കിട്ടും. ഓണ്ടർപ്രണർഷിപ്പിന് എന്ത് കിട്ടും? പ്രോഫിറ്റ് ആണ് കിട്ടുന്നത്. സോ ഫാക്ടർ പ്രൈസസ് റെപ്രസെൻറ്റിംഗ് ദ കോമ്പൻസേഷൻ ഓഫ് ഈച്ച് ഇൻപുട്ട് ആർ ഡിറ്റർമൈൻഡ് ബൈ ദ ഇൻ്റർപ്ലേ ഓഫ് ഡിമാൻഡ് ആൻഡ് ദി സപ്ലൈ ഫോഴ്സസ്. അപ്പോൾ ഈ ഒരു തരത്തിൽ ഒരു ഇൻപുട്ടിനുള്ള നഷ്ടപരിഹാരത്തെ പ്രതിനിധീകരിക്കുന്നതിന് ഫാക്ടർ വിലകൾ നിർണ്ണയിക്കുന്നതിന് ഡിമാൻഡും സപ്ലൈ ഫോഴ്സ് എന്നിവയുടെയൊക്കെ തന്നെ പരസ്പരമായിട്ടുള്ള ഒരു കോപ്പറേഷൻ അല്ലെങ്കിൽ പരസ്പര ബന്ധം ആവശ്യമാണ്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ഡിമാൻഡ് ആണ്. ദ ഡിമാൻഡ് ഫോർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ഡിമാൻഡ് ഫോർ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് യൂസിങ് ദീസ് ഇൻപുട്സ്. ഫേം സീക്സ് ടു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡ്യൂസ് final goods and services. Changes in the demand for these final goods directly impact the demand for the factors used in the production. For example, if there is an increased demand for smartphones, the demand for the labor, capital and other factors evolved and manufacturing smartphones will also arise. അതായത് ഡിറൈവ്ഡ് ഡിമാൻഡ് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. അതായത് ഈ ഇൻപുട്ടുകളൊക്കെ തന്നെ ഉപയോഗിച്ചിട്ട്, അതായത് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഈ 4 ഇൻപുട്സും ഉപയോഗിച്ചിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഗുഡ്സും സർവീസസിൻ്റെ ഒക്കെ തന്നെ, അതായത് ഇപ്പോൾ ആ ഗുഡ്സിനൊക്കെ തന്നെ ഡിമാൻഡ് കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? സാധാരണയായിട്ട് വരുന്ന ഈ ഒരു എന്താ പറയുക, ഈ തൊഴിലും മൂലധനം മറ്റ് ഘടകങ്ങളുടെയൊക്കെ തന്നെ ആവശ്യകതയും ഉയരുമെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ സ്മാർട്ട് ഫോൺസ് ഡിമാൻഡ് വർദ്ധിക്കാതെ വിചാരിക്കും. ഇപ്പോൾ സ്മാർട്ട് ഫോൺസിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ അവിടെ നിർമ്മാണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ തൊഴിലും മൂലധനവും മറ്റ് ഘടകങ്ങൾക്കൊക്കെ എന്താണ്? വീണ്ടും ആവശ്യകത ഉയരും. അതായത് സ്മാർട്ട് ഫോൺസ് കൂടുതൽ ഉണ്ടാക്കേണ്ടി വരുമ്പോൾ കൂടുതലായിട്ട് ഇവരെല്ലാം യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ എന്താ ഉണ്ടാവുന്നത്? അവരുടെ ഡിമാൻഡ് കൂടും. അതാണ് ഡിറൈവ്ഡ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അടുത്തത് സപ്ലൈ ഓഫ് ഫാക്ടേഴ്സ് ആണ്. അതായത് ഈ ഫാക്ടേഴ്സൊക്കെ തന്നെ ആരാണ് സപ്ലൈ ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. സോ ദ സപ്ലൈ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഒറിജിനേറ്റ് ഫ്രം ഇൻഡിവിജ്വൽസ് വിത്തിൻ ദ സൊസൈറ്റി ഹു ഓൺ ദീസ് ഫാക്ടേഴ്സ്. അതായത് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ തന്നെ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഓരോ സൊസൈറ്റിയിലെ ഇൻഡിവിജ്വൽസിലാണ്, അതായത് വ്യക്തികളിൽ നിന്നാണ്. ദീസ് ഫാക്ടേഴ്സ് ആർ privately owned and their availability in the market is determined by the decisions of the owners. അതായത് ഈ ഫാക്ടേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള, അതായത് സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് മാർക്കറ്റിൽ വരേണ്ടതിൻ്റെ അവൈലബിലിറ്റി ഒക്കെ തന്നെ അവരുടെ ഡിസിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഫാക്ടർ ഓണേഴ്സ് ഡിസൈഡ് ദ ക്വാണ്ടിറ്റി സപ്ലൈഡ് ബേസ്ഡ് ഓൺ ദ പ്രിവൈലിംഗ് ഫാക്ടർ പ്രൈസസ്. അതായത് നിലവിലുള്ള ഫാക്ടർ വിലകളെ അടിസ്ഥാനമാക്കിയിട്ട് ഈ ഉടമകൾ വിതരണം ചെയ്ത അളവും തീരുമാനിക്കുന്നു. സോ ഹയർ പ്രൈസസ് ടിപ്പിക്കലി എൻകറേജ് ഓണേഴ്സ് ടു സപ്ലൈ മോർ ഫാക്ടേഴ്സ് വൈൽ ലോവർ പ്രൈസ് മേ റിസൾട്ട് ഇൻ റെഡ്യൂസ്ഡ് സപ്ലൈ. ഉയർന്ന വിലകൾ സാധാരണയായിട്ട് കൂടുതൽ ഘടകങ്ങൾ, അതായത് ഈ കൂടുതൽ ഫാക്ടേഴ്സ് നൽകാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓണ്ടർപ്രണേഴ്സിനെ അല്ലെങ്കിൽ ഈ ഉടമകളെയൊക്കെ തന്നെ സഹായിക്കുന്നു. അതുപോലെ തന്നെ കുറഞ്ഞ വിലകളുടെ വിതരണം കുറയുന്നതിനും ഇത് കാരണമായേക്കാം. സോ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻ സമ്മറി ദ പ്രൈസിംഗ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഡൈനാമിക് പ്രോസസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഡിറൈവ്ഡ് ഡിമാൻഡ് ഫ്രം ദ മാർക്കറ്റ് ടു ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് ദ ഡിസിഷൻ ഓഫ് ഫാക്ടേഴ്സ് ഓണേഴ്സ് ടു സപ്ലൈ their resources based on prevailing prices. The delicate balance between demand and supply forces determines the price of rent, wages, interest and profit, reflecting the economic values assigned to each factor's input. അതായത് ഈ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഒക്കെ തന്നെ അതിനെയൊക്കെ വിപണിയിൽ നിന്ന് ലഭിക്കുന്ന ഡിമാൻഡും അതുപോലെ തന്നെ ആ ടൈമിലുള്ള അതിൻ്റെ നിലവിലുള്ള വിലയൊക്കെ തന്നെ അടിസ്ഥാനമാക്കിയിട്ടാണ്
തങ്ങളുടെ വിഭവങ്ങളൊക്കെ വിതരണം ചെയ്യുന്നതിനുള്ള ഫാക്ടറി ഉടമകളുടെ തീരുമാനങ്ങളും ഒക്കെ സ്വാധീനിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ഇൻപുട്ട് ഫാക്ടർ ഘടകം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വില നിർണ്ണയം എന്നൊക്കെ പറയുന്നത്. സോ ഈ ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള ഒരു ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഒരു സന്തുലിതാവസ്ഥയുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ റെൻറ്റും അതിൽ നിന്ന് ലഭിക്കുന്ന, അതായത് ഇപ്പോൾ വാടക, കൂലി, പലിശ, ലാഭം എന്നിവയുടെയൊക്കെ തന്നെ വില നിർണ്ണയിക്കുന്നതൊക്കെ തന്നെ ഈ ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള ഒരു കണക്ഷനാണ്. അതുകൊണ്ട് തന്നെ ഇത് ഓരോ ഫാക്ടറി ഇൻപുട്ടിന് നൽകിയിരിക്കുന്ന സാമ്പത്തിക മൂല്യത്തെയാണ്, അതായത് ഇക്കണോമിക് വാല്യൂവിനെയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത്. സോ ഇത്രയേ ഉള്ളൂ ഇൻപുട്ട് ഫാക്ടർ പ്രൈസിങ് എന്ന് പറയുന്നത്. എന്താണ് ഡിറൈവ്ഡ് ഡിമാൻഡ്സ്, അതുപോലെ സപ്ലൈ ഓഫ് ഫാക്ടേഴ്സ് എന്താണെന്ന് പഠിച്ചു വയ്ക്കുക. കാരണം 2 മാർക്കിന് എന്താണ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അടുത്തത് അണ്ടർസ്റ്റാൻഡിങ് ദ മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഓഫ് ആൻ ഇൻപുട്ട്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻപുട്ടിൻ്റെ മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്താണെന്നുള്ളത്. അതായത് the market demand curve for an input is a crucial determinant in establishing the equilibrium price for the ഇൻപുട്ട്, എസ്പെഷ്യലി ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അതായത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ, അതായത് ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ പശ്ചാത്തലത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻപുട്ടിലുള്ള മാർക്കറ്റ് ഡിമാൻഡ് കർവ് ആ ഇൻപുട്ടിൻ്റെ ഇക്വിലിബ്രിയത്തെയാണ് പറയുന്നത്. അതായത് അതിൻ്റെ സന്തുലിതാവസ്ഥ സ്ഥാപിക്കുന്നതിലാണ് നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നത്. അതായത് വിപണിയിലെ ഡിമാൻഡിൻ്റെയും അതുപോലെ തന്നെ ഈ വിതരണം ചെയ്യുന്ന, സോ ദ equilibrium price is identified at the intersection of the market demand and supply curves. അതായത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇക്വിലിബ്രിയം പ്രൈസ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് രണ്ടിൻ്റെ ഇൻ്റർസെക്ഷനാണ്. ഏതിൻ്റെയൊക്കെയാണ്? മാർക്കറ്റ് ഡിമാൻഡിൻ്റെയും സപ്ലൈ കർവിൻ്റെയും. സോ ഹവർ ഡിറൈവിംഗ് ദ മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഇൻവോൾവ്സ് മോർ ദാൻ സിമ്പിൾ സമ്മേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഫേംസ് ഡിമാൻഡ് കർവ്. ഇറ്റ് റിക്വയേഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഫോർ എക്സ്റ്റേണൽ എഫക്ട്സ് നോൺ ആസ് മാർക്കറ്റ് എഫക്ട്സ്. അതായത് ഇതിൽ പറയുന്നത് മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഉരുത്തിരിഞ്ഞു വരുന്നത്, അതായത് വ്യക്തിഗത സ്ഥാപനങ്ങളുടെ ഡിമാൻഡ് കർവുകളിലെ ലളിതമായിട്ടുള്ള ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു രീതിയിലേക്കാണ്. അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു മാർക്കറ്റിൽ ഒരുപാട് ഫേംസ് ഉണ്ടാവും. ആ ഫേംസിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ഓണേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഒരു മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന ഈ ഓരോ ഇൻഡിവിജ്വൽ ഫേംസിൻ്റെയും ഡിമാൻഡ് കർവുകളുടെ ടോട്ടൽ സമ്മേഷൻ ആണെന്ന് പറയുന്നത് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. സോ deriving the market demand curve involves more than a simple summation of individual firms demand curve. It requires adjustments for external effects known as market effects. അതായത് ഈ എക്സ്റ്റേണൽ എഫക്റ്റ്, അതായത് ബാഹ്യ എഫക്റ്റുകളൊക്കെ പറയുന്നത് മാർക്കറ്റ് എഫക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഡെറിവേഷൻ പ്രോസസ് ആൻഡ് മാർക്കറ്റ് എഫക്റ്റ്. അതായത് ഇതിൽ ഡെറിവേഷൻ എഫക്റ്റും മാർക്കറ്റ് എഫക്റ്റും എന്താണ് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒരു ഇൻപുട്ടിനുള്ള മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഈ വ്യക്തിഗത സ്ഥാപനങ്ങളുടെ ഡിമാൻഡ് കർവുകളിൽ നിന്നാണ് വരുന്നത്. The market demand curve for an input is derived from individual firms' demand curve but involves a nuanced consideration of the market effect. This effect arises due to reduction in the price of the input affecting the marginal revenue product and demand curves for each firm. Specifically, when the commodity price falls, each firm's MRP curve for the input shifts downward, impacting the demand curve. This necessitates ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ ദി മാർക്കറ്റ് എഫക്ട് ഡ്യൂറിങ് ദി സമ്മേഷൻ ഓഫ് ദി പ്രോസസ്സ്. അതായത് ഇതിൽ പറയുമ്പോൾ ഓരോ സ്ഥാപനത്തിൻ്റെയും മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റിനെയും, അതായത് നമ്മൾ പറഞ്ഞു MRPയുടെ ഡിമാൻഡ് കർവുകളെയൊക്കെ തന്നെ ഈ ഇൻപുട്ടിലുണ്ടാവുന്ന വില കുറവ് സ്വാധീനിക്കുന്നുണ്ട്. അതായത് പ്രത്യേകിച്ച് ഒരു ഗുഡ്സിൻ്റെ വില കുറയുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെയും ഇൻപുട്ടിനുള്ള MRP എന്ത് ചെയ്യും? അതിൻ്റെ കർവ് എന്ത് ചെയ്യും? താഴോട്ട് ഡൗൺവാർഡായിട്ട് മാറിപ്പോവും. ഇത് ഡിമാൻഡ് കർവിനെ ബാധിക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞു ഒരെണ്ണത്തിൻ്റെ ഇൻപുട്ടിലുള്ള വ്യത്യാസം ടോട്ടൽ മാർക്കറ്റിലേക്ക് വ്യത്യാസം വരുന്നത്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇതിലുണ്ടാവുന്ന MRP ഡൗൺവാർഡിലേക്ക് വരുമ്പോൾ അത് ഡിമാൻഡ് കർവിനെ, ടോട്ടൽ മാർക്കറ്റിൻ്റെ ഡിമാൻഡ് കർവിനെ ബാധിക്കുന്നു. ഈ ഒരു മാർക്കറ്റ് എഫക്റ്റിനായിട്ട് ഒരു ക്രമീകരണം ആവശ്യമാണെന്നാണ് പറയുന്നത്. സോ അണ്ടർസ്റ്റാൻഡിങ് ദ മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഫോർ ആൻ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഫേമിൻ്റെ മാർക്കറ്റ് ഡിമാൻഡ് അല്ലെങ്കിൽ ഇൻപുട്ടിൻ്റെ പ്രൈസിലുണ്ടാവുന്ന വേരിയേഷൻസ് കാര്യങ്ങളൊക്കെ തന്നെ എന്താണ്? മാർക്കറ്റ് ഡിമാൻഡിലേക്കും വരുന്നുണ്ട്. അതായത് മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഉരുത്തിരിഞ്ഞു വരുന്നത് എങ്ങനെയാണ്? വ്യക്തിഗത സ്ഥാപനങ്ങളുടെ ഡിമാൻഡ് കർവുകളുടെ ലളിതമായിട്ടുള്ള അതായത് ഒരു കളക്ഷനിലൂടെയാണ്. ഇതിന് മാർക്കറ്റ് എഫക്റ്റുകൾ എന്നറിയപ്പെടുന്ന നമ്മൾ പറഞ്ഞ പോലെ എക്സ്റ്റേണൽ എഫക്ട്സിൻ്റെ ക്രമീകരണമാണ് ഇതിൽ പറയുന്നത്. സോ ഇതാണ് ഇൻപുട്ടിലുള്ള ഒരു മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്.
നമ്മളിപ്പോൾ പറഞ്ഞ ഈ മാർക്കറ്റ് എഫക്റ്റിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ വേജ് റേറ്റ് റിഡക്ഷൻ, അതായത് വേതനത്തിൻ്റെ നിരക്ക് കുറയ്ക്കലുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൂലി നിരക്ക് കുറയ്ക്കുന്ന സാഹചര്യം പരിഗണിക്കുകയാണ്. അതായത് ഒരു മാർക്കറ്റിലെ ഫേംസ് ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, തൊഴിലാളികളുടെ വേതനം കുറയ്ക്കുന്നു. അപ്പോൾ എന്താണ് ഈ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, അതായത് കുറഞ്ഞ കൂലി കൊടുത്താൽ മതിയല്ലോ. അതുകൊണ്ട് ഫേംസ് ഒക്കെ എന്ത് ചെയ്യും, തൊഴിലാളികളെ കൂടുതൽ നിയമിക്കാനും അവരുടെ പ്രൊഡക്ഷൻ കൂട്ടാനും വേണ്ടിയിട്ട് എല്ലാ സ്ഥാപനങ്ങളെയും ഇത് പ്രേരിപ്പിക്കും. അതുകൊണ്ട് തന്നെ കുറഞ്ഞ ഉൽപ്പന്ന വിലയിലേക്കാണ് ഇത് നയിക്കുക. അതായത് തൊഴിലാളികളുടെ ഇത് കുറയുമ്പോൾ ഓൾറെഡി പ്രൊഡക്ഷൻ ചെയ്തു വരുന്ന ആ ഒരു ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഉൽപ്പന്നത്തിൻ്റെ വില കുറയുന്നതിലേക്ക് നയിക്കും. തുടർന്ന് ഈ എം ആർ പി എന്ത് ചെയ്യും, അതായത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ ലേബറിൻ്റെ എം ആർ പി റെഡ്യൂസ് ചെയ്യും. ദ മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഫോർ ലേബർ ഈസ് ദൻ ഡിറൈവ്ഡ് ഫ്രം ദ ഹൊറിസോണ്ടലി സമ്മിങ് ഇൻഡിവിജ്വൽസ് ഫേംസ് ഡിമാൻഡ് കർവ് ആഫ്റ്റർ ദാറ്റ് അഡ്ജസ്റ്റിംഗ് ഫോർ ദ മാർക്കറ്റ് എഫക്റ്റ്. അതായത് നമ്മൾ ഈ പറഞ്ഞു വരുന്നത് എന്താണ്, മാർക്കറ്റ് എഫക്റ്റിനായിട്ട് ക്രമീകരിച്ചതിന് ശേഷം ഈ വ്യക്തിഗത സ്ഥാപനങ്ങളുടെ ഡിമാൻഡ് കർവുകൾ എന്താണ്, തിരശ്ചീനമായിട്ട് ഹൊറിസോണ്ടലി എന്ത് ചെയ്യും, സംഗ്രഹിച്ചു വരും. അതായത് തൊഴിലാളികളുടെ മാർക്കറ്റ് ഡിമാൻഡ് കർവ് എങ്ങനെയാണ് വരുന്നത്, ഈ സ്ഥാപനങ്ങളുടെ ഡിമാൻഡ് കർവുകളിലൂടെയാണ്. സോ വേതന നിരക്ക് കുറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ലാഭം വർദ്ധിപ്പിക്കുന്ന ഒരു സ്ഥാപനം കുറച്ച് തൊഴിലാളികളെ നിയമിക്കും. ഇത് തൊഴിലാളികളുടെ ഡിമാൻഡ് വക്രത്തിൽ, അതായത് ഡിമാൻഡിൻ്റെ കർവിൽ എന്ത് ചെയ്യും, ഇടതുവശത്തേക്ക് ഒരു മാറ്റത്തിന് കാരണമാവും. അതായത് ഇത് വളരെ സിമ്പിളാണ്. എങ്ങനെയാണ് മാർക്കറ്റ് എഫക്റ്റ് ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. അതായത് വേജ് റേറ്റ് റിഡക്ഷൻ എന്നുള്ളൊരു കാര്യം വരുമ്പോൾ കൂടുതൽ തൊഴിലാളികളെ നിയമിക്കും. അതായത് ലെഫ്റ്റ് വാർഡിലേക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ആ ഒരു ഫേമിൻ്റെ ഡിമാൻഡ് കർവ് കുറച്ചൊന്ന് മാറി നിൽക്കും. അത് തന്നെ എന്തുണ്ടാവും, മാർക്കറ്റിലേക്ക്, അതായത് എല്ലാ ഫേമും വരുമ്പോൾ ടോട്ടൽ ഡിമാൻഡിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ടോട്ടൽ മാർക്കറ്റ് ഡിമാൻഡിൻ്റെ കേർവിൽ ഒരു വ്യത്യാസം വരുത്തും തന്നെയാണ് ഇതിൽ പറയുന്നത്. സോ അടുത്ത പറയുന്നത് ഇമ്പാക്റ്റ് ഓൺ ക്വാണ്ടിറ്റി ഡിമാൻഡ്. അതായത് ദ അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ ദ മാർക്കറ്റ് എഫക്റ്റ് ഈസ് എക്സാംപ്ലിഫൈഡ് ബൈ ദ റിഡക്ഷൻ ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് ലേബർ ഡിമാൻഡഡ് ബൈ ഈച്ച് ഫേം. While a single firm might hire few workers at the lower wage rate, considering all firms in the market collectively, the overall quantity demanded increases. The market demand curve labeled as D reflects this adjustment. This is derived by connecting the adjusted points representing the cumulative response of firms to the market effect. അതായത് ഇതിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സ്ഥാപനം കുറഞ്ഞ വേതന നിരക്കിൽ കുറച്ച് തൊഴിലാളികളെ നിയമിക്കും. അപ്പോൾ വിപണിയിലെ എല്ലാ സ്ഥാപനങ്ങളും എന്ത് ചെയ്യും, ഒരു കളക്റ്റീവായിട്ട് രീതിയിൽ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ മൊത്തത്തിൽ ആവശ്യപ്പെടുന്ന തൊഴിലാളികളുടെ അളവ് എന്താണ്, വർദ്ധിക്കുകയാണ്. അതായത് ഒരുപാട് ഫേംസ് എന്ത് ചെയ്യുകയാണ്, ഈ ഒരു കുറഞ്ഞ വേതനത്തിൽ ഒരുപാട് ആൾക്കാരെ അന്വേഷിക്കുകയാണ്. സോ ഡി എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഈ ഒരു ക്രമീകരണത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. So in essence, the market demand curve for an input encapsulates the collective impact of market effects on individual firms' demand curve, providing insights into equilibrium price of the input in a perfectly competitive settings. അടുത്ത പറയുന്നത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ആൻ ഇൻപുട്ട്. അതായത് ഒരു ഇൻപുട്ടിനുള്ള ഡിമാൻഡ് വിലയുടെ ഇലാസ്തികത, അതായത് ഇലാസ്റ്റിസിറ്റിയെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. It is a measure that helps us understand how the quantity demanded for an input responds to change in its price. അതായത് ഒരു ഇൻപുട്ടിൻ്റെ ആവശ്യപ്പെടുന്ന അളവ് അതിൻ്റെ വിലയിലെ മാറ്റങ്ങളോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മെഷർമെൻ്റ് ആണ്, അല്ലെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ആൻ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ബൈ ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് ദ ഇൻപുട്ട്. അതായത് നമ്മൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഡിവൈഡ് ചെയ്യാണ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് ദി ഇൻപുട്ട്. ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ലേബർ, ഫോർ എക്സാമ്പിൾ, ദിസ് ഈസ് നോൺ എസ് വേജ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ലേബർ. അതായത് ഫോർ ഇൻസ്റ്റൻറ്റ്, അതായത് ഇതൊരു ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സ്ഥാപനം തുടക്കത്തിൽ പ്രതിദിനം 10 തൊഴിലാളികളെ നിയമിക്കുകയും കൂലി നിരക്കിലെ കുറവ് കാരണം ഡെയിലി 20 തൊഴിലാളികളെ നിയമിക്കാൻ തുടങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ തൊഴിലാളികളുടെ അളവിലെ മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളികളുടെ ആവശ്യത്തിൻ്റെ വേതന ഇലാസ്തികത കണക്കാക്കും. സോ വേതന നിരക്കിലെ ശതമാനം മാറ്റവും ആവശ്യപ്പെട്ടു. അതായത് ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 10 ഡെയിലി വർക്കേഴ്സ്, അതായത് വർക്കേഴ്സ് പെർ ഡേ 10 ഉണ്ടായിരുന്നവിടെ നമ്മളിത് വേജ് ഡിക്രീസ് ചെയ്തപ്പോൾ അവിടെ എന്തായി, 20 വർക്കേഴ്സ് വന്നു. അതുപോലെ തന്നെ
അവിടെ എന്താണ് വേജ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ലേബർ വുഡ് ബി കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് ലേബർ ഡിമാൻഡ് ബൈ ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ വേജ് റേറ്റ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഈ ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറയുന്ന സംഭവം കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എത്ര ക്വാണ്ടിറ്റിയാണ് അവിടെ ചേഞ്ച് ചെയ്തിരിക്കുന്നത് ഡിവൈഡഡ് ബൈ ലേബർ ഡിമാൻഡ് ആൻഡ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ വേജ് റേറ്റ്. അതായത് ആ വേജ് റേറ്റിൽ ഉണ്ടായിരുന്ന പെർസെൻറ്റേജിൻ്റെ ചേഞ്ചുമാണ് ഇതിൽ ഡിവൈഡ് ചെയ്യുന്നത്. Calculation of the elasticity value is crucial. If the elasticity is greater than 1, it means the quantity demanded is elastic, showing a significant response to the change in price. If the elasticity is less than 1, it suggests inelastic demand, indicating a less responsive quantity demanded to price changes. അതായത് ഈ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന സാധനം എങ്ങനെയാണ് കണക്കാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുന്ന അളവ്, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ വേജ് കുറവുള്ളതുകൊണ്ട് ആവശ്യപ്പെടുന്ന ലേബറിൻ്റെ അളവ് ഇലാസ്റ്റിക് ആണെന്ന് അർത്ഥമാക്കും. ഇപ്പോൾ അതായത് വിലയിലെ മാറ്റങ്ങളോട് കാര്യമായിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് ഇതിൽ കാണിക്കുക. ഇലാസ്റ്റിക് എന്ന് പറയുന്നത്, അതായത് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഒന്നിൽ കുറവാണെന്നുണ്ടെങ്കിൽ ഇത് ഇലാസ്റ്റിക് ഡിമാൻഡിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഇത് വിലയിലെ മാറ്റങ്ങളോട് ആവശ്യപ്പെടുന്ന കുറഞ്ഞ റെസ്പോൺസിനെയാണ് സൂചിപ്പിക്കുന്നത്. So understanding this concept, it is important for business and policy makers. It is provided insights how changes in input prices can influence overall quantity demanded, affecting decision in labor market and production. അതായത് നമ്മൾ പറയുമ്പോൾ ബിസിനസ്സുകാരും അതുപോലെ തന്നെ പോളിസി മേക്കേഴ്സൊക്കെ തന്നെ ഇത് മനസ്സിലാക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇൻപുട്ട് വിലകളിലെ മാറ്റങ്ങൾ തൊഴിൽ വിപണിയിലും ഉൽപ്പാദനത്തിലെയും തീരുമാനങ്ങളെ ബാധിക്കുന്ന മൊത്തത്തിലുള്ള ഡിമാൻഡിനെ എങ്ങനെ സ്വാധീനിക്കും എന്നതിനെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകളാണ് നൽകുന്നത്. സോ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ആൻ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ടിൻ്റെ കൊടുക്കുന്ന ചേഞ്ചസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എങ്ങനെയാണ് അതിൻ്റെ ഇലാസ്റ്റിസിറ്റിയെ, അല്ലെങ്കിൽ മൊത്തത്തിൽ അതിൻ്റെ എങ്ങനെയാണ് പേഴ്സൻറ്റേജ് ഓഫ് ചേഞ്ച് എങ്ങനെയാണ് വരുന്നതെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ വർക്കേഴ്സിനെ വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എത്ര ക്വാണ്ടിറ്റി ഓഫ് സാധനം എടുത്തു കഴിഞ്ഞിട്ട്, അതായത് ഇപ്പോൾ ഇതിൽ നോക്കൂ, ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ലേബർ ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ വേജ് റേറ്റ്. അതായത് നമ്മൾ പറഞ്ഞ അതേ സാധനം തന്നെയാണ്. അതായത് ലേബർ എത്ര ക്വാണ്ടിറ്റിയാണ് ഡിമാൻഡ് ചെയ്യുന്നത്, അതിൻ്റെ ഡിവൈഡഡ് ബൈ അതിലെ വേജ് റേറ്റിൻ്റെ കാര്യം കൂടി. സോ ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ എന്തായാലും പഠിച്ചു വയ്ക്കുക. ഇത് എന്തായാലും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ആൻ ഇൻപുട്ട് ഡിപ്പെൻഡ്സ് ഓൺ സെവറൽ കീ ഡിറ്റർമിനൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ഇൻപുട്ട് വിതരണത്തിൻ്റെയൊക്കെ ഇലാസ്തികത, അതായത് ഒരു ഇൻപുട്ട് ഡിമാൻഡിൻ്റെ വില ഇലാസ്തികതയെ സ്വാധീനിക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ്. ദ പ്രസൻസ് ഓഫ് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ് ദ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ആൻ ഇൻപുട്ട്. If there are many alternatives to particular input, changes in its price are likely to have more significant impacts on demand. അതായത് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സിൻ്റെ അവൈലബിലിറ്റി ഇതിൻ്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റിയെ സ്വാധീനിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് ഉണ്ടാവുകയാണ്, ഒരു പർട്ടിക്കുലർ ഇൻപുട്ടിന് ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചേഞ്ചസിലുണ്ടാവുന്ന പ്രൈസിൻ്റെയും ഡിമാൻഡിനെയും ഇമ്പാക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ഔട്ട്പുട്ട്, സിൻസ് ദ ഡിമാൻഡ് ഫോർ ആൻ ഇൻപുട്ട് is derived from the demand for the final output, it helps produce the price elasticity of demand for the input is greater when the demand for the output is more elastic. This means that change in the input price will lead to more substantial adjustments in the quantity demand for the ഇൻപുട്ട്. അതായത് ഇൻപുട്ട് പ്രൈസിലുണ്ടാവുന്ന വലിയ മാറ്റം അല്ലെങ്കിൽ ഒരു ചെറിയ മാറ്റം എന്തും ആയിക്കോട്ടെ, ഇതൊക്കെ തന്നെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ദ ഔട്ട്പുട്ടിലും ചെറിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. സോ അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സും ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ഔട്ട്പുട്ട്, അതായത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഔട്ട്പുട്ടിലുണ്ടാവുന്നത്, ഇപ്പോൾ സ്മാർട്ട് ഫോൺസിൻ്റെ ഡിമാൻഡ് കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻപുട്ടിലും ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. അതുതന്നെയാണ് ഇതിൽ പറയുന്നത്. അടുത്തത് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഓഫ് അതർ ഇൻപുട്ട്സ്, അതായത് മറ്റ് ഇൻപുട്ടുകളുടെ വിതരണത്തിൻ്റെ ഇലാസ്തികത എന്ന് പറയുന്നത്. അതായത് ഒരു ഇൻപുട്ടിനുള്ള ഡിമാൻഡിൻ്റെ വിലയുടെ ഇലാസ്തികതയെ സ്വാധീനിക്കുന്നത് നല്ല പകരക്കാരായിട്ടുള്ള മറ്റ്, അതായത് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗുഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള മറ്റ് ഇൻപുട്ടുകളുടെ വിതരണത്തിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂടിയാണ്. അതായത് മറ്റ് ഇൻപുട്ട്സ് എളുപ്പത്തിൽ ലഭ്യമാവുകയും ഈ വിലയിലുണ്ടാവുന്ന മാറ്റങ്ങളോട് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻപുട്ട് ഡിമാൻഡിനെ അത് ബാധിക്കുന്നു. അതുപോലെ തന്നെ ഇൻപുട്ടിൻ്റെ ചിലവും ഇതുപോലെ തന്നെയാണ് പറയുന്നത്. ടൈം എന്ന് പറയുന്നതും ഒരു ഇൻപുട്ടിനുള്ള ഡിമാൻഡിൻ്റെ ഇലാസ്തികത കാലത്തിനനുസരിച്ചിട്ടാണ് വ്യത്യാസപ്പെടുന്നത്. അതായത് ഇൻപുട്ട് വിലകളിലെ മാറ്റങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നതിന് കൂടുതൽ സമയം ലഭ്യമാകുമ്പോൾ ഡിമാൻഡ് കൂടുതൽ ഇലാസ്റ്റിക് ആയിട്ട് മാറുന്നു. അതായത് ബിസിനസ്സുകൾക്കും ഉപഭോക്താക്കൾക്കും മറ്റ് മാർഗ്ഗങ്ങൾ കണ്ടെത്താനും ദീർഘകാലത്തേക്ക് അവരുടെ ഈ ഒരു റെസ്പോൺസ് കൂടുതൽ എളുപ്പത്തിൽ ക്രമീകരിക്കാനൊക്കെ തന്നെ
പറ്റും. അപ്പോൾ ടൈമും അതുപോലെ ഇൻപുട്ടിൻ്റെ കോസ്റ്റും ഇലാസ്റ്റിക് സപ്ലൈ ഓഫ് അതർ ഇൻപുട്സ് ഒക്കെ ഇങ്ങനെയാണ് സ്വാധീനിക്കുന്നത്. ഇനി കുറച്ച് കൺസെപ്റ്റ്സ് കൂടി ഇതിനകത്ത് പറയാനുണ്ട്. നമുക്ക് അത്യാവശ്യം വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ട് അടുത്ത പാർട്ട് 2 വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. നോട്ട്സ് കാര്യങ്ങളൊക്കെ തന്നെ നോട്ടോക്സ് പറയുന്ന ഇൻസ്റ്റ ഐ ഡിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ മലയാളം നോട്ട്സ് വേണമെന്നുണ്ടെങ്കിലും അതിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ.